അപ്പൊ ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ റോഡിൽ പോവുകയാണ്. റോഡിൽ പോകുമ്പോൾ 2 വണ്ടികൾ റോഡ് സൈഡിലായിട്ട് പാർക്ക് ചെയ്യും. അതിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യണം. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വാഹനത്തിന്റെ വലിപ്പം നമുക്കറിയാം, നീളം എത്ര ഉണ്ട്, വീതി എത്രയുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ നീളത്തിനേക്കാട്ടിൽ ഒരു 1.5 ഇരട്ടിയെങ്കിലും അധികമുള്ള ഒരു സ്ഥലത്തെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള പാർക്കിംഗ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു ഹൈവേ ആണെന്ന് സങ്കല്പിച്ചു. ഹൈവേയിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ഥലത്താണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ വണ്ടി നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രണ്ടിലുള്ള വാഹനത്തിന് ഏകദേശം ഈക്വൽ സൈഡിൽ നമ്മൾ കൊണ്ടുവന്ന്, ഈ ഹാഫ് സൈഡിലല്ല, ഈക്വൽ സൈഡായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നിർത്തി എടുക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഫുള്ള്, ഇത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഫുള്ള് ലെഫ്റ്റ് സൈഡ് ഓടിക്കുക. എന്നിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പതുക്കെ റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുത്ത് നമ്മൾ ഏകദേശം ഇങ്ങനെ കൊണ്ടുവന്നു വണ്ടി ഏകദേശം ചരിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അപ്പൊ നമ്മൾ ഈ റൈറ്റ് സൈഡ് ഗ്ലാസ് നോക്കണം. ഗ്ലാസ് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിക്ക് ബാക്ക് സൈഡായിട്ട് വരുന്ന വാഹനത്തിന്റെ ഫുൾ വ്യൂ ഫുള്ള് നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റണം. ഞാൻ വേണമെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. നമ്മൾ ഈ വന്ന സൈഡിൽ തന്നെ ഞാനിപ്പോ കുറെ റിവേഴ്സ് വന്നിട്ട് അത് തന്നെ ഫ്രണ്ടിലോട്ട് എടുത്തു. നമ്മൾ ഇങ്ങനെയാണ് കണ്ടോ, ഈ മൂവ്മെന്റ് നിങ്ങൾ നോക്കി, ഇതിപ്പോ ഫ്രണ്ടിൽ വരികയാണ്. ഞാനിപ്പോ റിവേഴ്സ് എടുത്ത് ദേണ്ട പതുക്കെ റിവേഴ്സിൽ വരുമ്പോൾ ഈ ഗ്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ആ ബാക്ക് സൈഡിലെ വണ്ടിയുടെ വ്യൂ ഫുള്ള് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ കിട്ടും. പതുക്കെ കണ്ടോ, ഇപ്പൊ നമുക്ക് ആ വണ്ടിയുടെ ഫ്രണ്ട് വശം മുഴുവൻ ഈ ഗ്ലാസ്സിൽ കൂടെ കാണാം. അങ്ങനെ ഏകദേശം ആ വണ്ടിയുടെ ഫ്രണ്ട് വശം ഫുള്ള് കാണുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ നിർത്താം. എന്നിട്ട് സ്റ്റിയറിങ് തിരിച്ച് ഇത് നേരെയാക്കുക. നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചിരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് 2 റൗണ്ട് തിരിച്ചു വെച്ചിരുന്നത് അത് റൈറ്റ് സൈഡിലോട്ട് ഒതുക്കി നേരെ ആക്കിയിട്ട് പതുക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിങ്ങനെ കയറുക. എന്നിട്ട് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കണ്ട. അപ്പോ നമ്മളിതേ വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്ന ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി കുറച്ചിങ്ങനെ വരിക. ഇപ്പൊ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് എടുത്ത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡോർ ഹാൻഡിൽ കണ്ടോ, നമ്മുടെ ബാക്ക് സൈഡ് വണ്ടിയുടെ ഡോർ ഹാൻഡിലും നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റും ഏകദേശം ഒരേ രീതിയിൽ വന്നു എന്ന് വെച്ചാൽ ഒരേ നിരപ്പിലാണെന്ന് നമ്മുടെ തോന്നൽ വരും. ഏകദേശം ഈക്വൽ ആണെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സ്റ്റിയറിങ് റൈറ്റിലോട്ട് പൂർണ്ണമായിട്ട് 2 തിരിക്കുക. എന്ന് വെച്ചാൽ ഇതിപ്പോ ഫുള്ളായി കണ്ടോ. അപ്പോ ഏകദേശം ഇതിന്റെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ കിടന്ന് സ്ട്രെയിറ്റ് ആക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ ഇടുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പാർക്കിംഗ്. അപ്പം 2 തരത്തിലുള്ള പാർക്കിംഗ് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചേക്കുന്നത്. 2 കാറിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് അറിയത്തില്ല, ഇനി കൂടുതലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ 1-2 ക്യാമറയൊക്കെ വെച്ച് അങ്ങനെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. എൻ്റെ മനസാക്ഷിക്ക് പൂർണ്ണമായിട്ടും ബോധിക്കുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാനിത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഉപകാരപ്പെടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഞാനിത് ചെയ്യാൻ കാണിക്കുന്ന ആത്മാർത്ഥത നിങ്ങളും തിരിച്ചു കാണിക്കണം. നിങ്ങളും ഇതുപോലെ നല്ല രീതിയിൽ സമയം കണ്ടെത്തി ആരെങ്കിലും കൂടിയിരുത്തി മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. പ്രാക്ടീസ് ആണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എല്ലാവരും വണ്ടി ഓടിക്കുക. എൻ്റെ പ്രധാനമായിട്ടും എൻ്റെ സബ്സ്ക്രൈബറായിട്ട് എൻ്റെ ഫാമിലിയിലുള്ളത് മുഴുവൻ കൂടുതലും ലേഡീസാണ്, 90% ലേഡീസാണ്.
അങ്ങനെയുള്ളവർക്കാണ് ഞാനിത് തുടങ്ങിയത് തന്നെ അങ്ങനെയുള്ളവർ എല്ലാവരും വണ്ടി ഓടിക്കണം എന്നുള്ള ഓർത്തിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് വണ്ടിയിൽ കയറി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് കാണാം. നിങ്ങൾക്കത് ഉപകാരമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.